ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ടില് എങ്ങനെയാണ് നമ്മളൊരു സർക്കിളിന്റെ ആർക്ക് ലെങ്ത് ഫൈൻഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞു അല്ലെ. ആർക്കിന്റെ ലെങ്ത് എങ്ങനെയായിരുന്നു നമ്മൾ ഫൈൻഡ് ചെയ്യുക? x/360 × 2πr. അപ്പം അതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി? ആരം സെന്റിമീറ്റർ ആയ 3 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നത്. ആരം 3 സെന്റിമീറ്റർ ആയ വൃത്തത്തിൽ കേന്ദ്രകോൺ നമുക്ക് തന്നത് 60 ഡിഗ്രിയാണ്. അപ്പൊ കേന്ദ്രകോൺ 60 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എത്രയാണ് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ചാപത്തിന്റെ നീളം അഥവാ ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു അഥവാ ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് x/360 × 2πr ആണ് അല്ലേ. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയാ തന്നത്? റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി എന്താ തന്നത്? സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ എക്സ് ആണ് അല്ലെ. എക്സ് എന്ന് പറയുന്നത് 60 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് അഥവാ കേന്ദ്രകോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇനി എക്സും റേഡിയസും നമ്മളെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്തൂടെ? യെസ്, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 60/360 × 2 × π × 3. 2 × π × 3. റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 60/360 ദാറ്റ് ഈസ് 0 0 ക്യാൻസൽ ചെയ്ത് ബാക്കി 6/36 അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/6 എന്ന് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് 1/6 × 2π. 2 × 3 എന്ന് പറയുന്നത് 6 അല്ലേ. അപ്പൊ 6π എന്ന് കിട്ടും. 1/6 × 6π. ഈ 6ഉം 6ഉം അഗൈൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ടായിരിക്കും? പൈ മാത്രം ഉണ്ടായിരിക്കും. സോ അവർ ആൻസർ ഈസ് π സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് റേഡിയസ് സെന്റിമീറ്ററിലാണ് അല്ലേ തന്നത്. അപ്പം പൈ എന്ന് നമുക്ക് കിട്ടി. പൈ. അപ്പം ഒരു സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി? അപ്പൊ ഒന്നുമില്ല, നമുക്ക് ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ ചാപത്തിന്റെ എന്താണ് നീളം കണക്കാക്കാൻ x/360 × 2πr യൂസ് ചെയ്താൽ മതി. എക്സും തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ പ്ലേസിൽ 60 ഇട്ട് കൊടുക്കുക, ആറിന്റെ പ്ലേസിൽ 3 ഇട്ട് കൊടുക്കുക. ക്യാൻസൽ ചെയ്ത് പോയാൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/360 ആണ് അല്ലെ. ദാറ്റ് ഈസ് 60/360 വിച്ച് ഈസ് ഈക്വൽ ടു 1/6. അപ്പൊ 1/6ന്റെ സർക്കംഫറൻസ് 1/6 × 2πr. സർക്കംഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും അല്ലെ. 1/6 ആണ് ഫ്രാക്ഷൻ നമുക്കറിയാം. അതുപോലെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് റേഡിയസ് 3 ആണെങ്കിൽ സർക്കംഫറൻസ് അഥവാ ചുറ്റളവ് എന്തായിരിക്കും? 2πr. 2 × π × 3 ദാറ്റ് ഈസ് 6π എന്ന് കിട്ടും. അപ്പൊ 6π ആണ്. 6ഉം 6ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി എന്തുണ്ട്? പൈ എന്നുണ്ട്. അപ്പൊ നമ്മളെ ആൻസർ എന്താ? എത്ര മീറ്റർ മൂവ് ചെയ്തിട്ടുണ്ട്? പൈ ആണ്. അപ്പൊ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പൈ. ഓക്കെ, അപ്പൊ ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. x/360 × 2πr. വാട്ട് അബൌട്ട് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 50 ഡിഗ്രി? ഇനി നോക്കാം. സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ. റേഡിയസ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആർക്കിന്റെ ലെങ്ത് ആണ് ചോദിച്ചത്. ലെങ്ത് ഓഫ് ആർക്ക് ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ആർക്ക് ലെങ്ത്തിന്റെ ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ആരം റേഡിയസ് എത്രയാ? 2.5 സെന്റിമീറ്റർ ആയ വൃത്തത്തിൽ കേന്ദ്രകോൺ തന്നത് 50 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളമോ ചാപത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത്. നമ്മൾ പഠിച്ച ഫോർമുല x/360 × 2πr. ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് 50. 50/360 × 2πr. 50/360 × 2πr. 5/36 × 2π. റേഡിയസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. റേഡിയസ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. 2.5 സെന്റിമീറ്റർ.
അപ്പൊ ഈ 2 × 2.5 2.5ന്റെ 2 ടൈംസ് എന്ന് പറയുന്നത് 2.5ന്റെ 2 ടൈംസ് എന്ന് പറയുന്നത് 5 ആണ് അല്ലെ. 5ന്റെ പകുതിയല്ലേ 2.5. അപ്പൊ ഇവിടെ നമുക്ക് 5 എന്ന് എഴുതാം. 2 × 2.5 എന്ന് പറയുന്നത് 5 ആണ്. സോ 5 പൈ എന്ന് കിട്ടും. 2 × 2.5 5. സോ 5/36 × 5 പൈ എന്ന് കിട്ടി. ഇനി 5 × 5 ഇവിടെ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 25/36 പൈ എന്ന് കിട്ടി. 25/36 പൈ. അപ്പം നമ്മുടെ ആർക്കിന്റെ ലെങ്ത്, ചാപ്പത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാ? നമ്മുടെ സെൻട്രൽ ആംഗിൾ 50 ഡിഗ്രിയും അഥവാ ആരം 2.5 സെന്റിമീറ്ററും ആണെങ്കിൽ ചാപ്പത്തിന്റെ നീളം എന്ന് പറയുന്നത് 25/36 പൈ ആണ്. അപ്പൊ ആരം 2.5 സെന്റിമീറ്റർ ആയ വൃത്തത്തിൽ കേന്ദ്രകോൺ 50 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് 25/36 പൈ ആണ്. ഇനി പൈന്റെ വാല്യൂ 3.14 ആണ് നമുക്കറിയാം. അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. 25/36 × പൈ. പൈ എന്ന് പറയുന്നത് 3.14 ആണ്. അപ്പൊ 25 × 3.14 /36 ചെയ്യാൻ പറ്റും. പൈന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളോട് ഇവിടെ ആർക്കിന്റെ ലെങ്ത്, ചാപ്പത്തിന്റെ നീളമാണ് ചോദിച്ചത്. അത് നമ്മൾ എന്താണ്, സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ തന്നിട്ടുണ്ട്, അതുപോലെ ആരം, റേഡിയസ് തന്നിട്ടുണ്ട്. നമ്മൾ അത് വെച്ചിട്ട് ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആർക്ക് ലെങ്ത്, ചാപ്പത്തിന്റെ നീളം നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഫ്രം എൻ അയൺ റിംഗ് ഓഫ് റേഡിയസ് 9 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഒരു അയൺ റിംഗ് ഉണ്ട്. ആ അയൺ റിംഗിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. ഇതാണ് നമ്മളെ അയൺ റിംഗ്, ഇരുമ്പ് വട്ടം. ഈ ഇരുമ്പ് വട്ടത്തിന്റെ റേഡിയസ് എത്രയാ? 9 ആണ് അല്ലെ. റേഡിയസ് 9 ആണ്. ഓക്കെ, റേഡിയസ് 9 സെന്റിമീറ്റർ ആണ്. ഇനി എന്താ പറഞ്ഞത്? എ പീസ് ഓഫ് സെൻട്രൽ ആംഗിൾ 30 ഡിഗ്രി വാസ് കട്ട് ഓഫ്. അതിൽ നിന്നും നമ്മൾ 30 ഡിഗ്രി ഉള്ള ഒരു പീസ് കട്ട് ചെയ്തു. ഇതാണ് നമ്മളെ പീസ്. പീസിൽ റേഡിയസ് 9 ആണ്, 30 ഡിഗ്രി ആണ് സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദിസ് പീസ് വാസ് ബെൻഡ് ഇൻ ടു എ സ്മോൾ സർക്കിൾ. ഇനി ഈ ഒരു പീസ് നമ്മൾ എന്ത് ചെയ്തു? ബെൻഡ് ചെയ്താണ്ട് അതൊരു സ്മോൾ സർക്കിൾ ആക്കി. ഇതാണ് ഈ ഒരു പീസ് ആണ്. ഈ പീസ് നമ്മൾ ഒരു സ്മോൾ സർക്കിൾ ആക്കിയിട്ട് മാറ്റി. വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആരം 9 സെന്റിമീറ്റർ ആയ ഒരു ഇരുമ്പ് വട്ടത്തിൽ നിന്ന് കേന്ദ്രകോൺ 30 ഡിഗ്രി ആയ ഒരു കഷ്ണം മുറിച്ചെടുത്തു. ഇത് വളച്ച് ചെറിയൊരു വട്ടം ഉണ്ടാക്കി. ഇത് നമ്മൾ ബെൻഡ് ചെയ്തു. ഈ ഒരു നമ്മൾ സർക്കിളിന്, ഈ ഒരു റിംഗ്, അയൺ റിംഗിൽ നിന്നും നമ്മൾ മുറിച്ചെടുത്ത ഈ പീസ് ബെൻഡ് ചെയ്താണ്ട്, അഥവാ നമ്മൾ എന്ത് ചെയ്തു? വളച്ചാണ്ട് ചെറിയൊരു വട്ടം ഉണ്ടാക്കി. ചെറിയൊരു വട്ടം. ചെറുവട്ടത്തിന്റെ ആരം എത്രയാണ്? അങ്ങനെയാണെങ്കിൽ ഈ ചെറിയതിന്റെ റേഡിയസ്, നമ്മൾ ഉണ്ടാക്കിയ ഇതിന്റെ ഈ ഒരു വട്ടത്തിന്റെ ഈ ഒരു റിങ്ങിൽ നിന്നും നമ്മൾ മുറിച്ചെടുത്ത ഒരു കഷ്ണം കൊണ്ടാണ് നമ്മൾ ബെൻഡ് ചെയ്താണ്ട് എന്ത് ചെയ്തു? ഒരു ചെറിയൊരു വട്ടമാണ് ഉണ്ടാക്കിയത്. ഈ ഒരു കഷ്ണം കൊണ്ടാണ് ഈ വട്ടം ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ വട്ടത്തിന്റെ ആരം അഥവാ റേഡിയസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം അല്ലെ, സെൻട്രൽ ആംഗിൾ ഫൈൻഡ് ചെയ്യാനുള്ള നമ്മളെ ചാപ്പത്തിന്റെ നീളം, ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ കയ്യിലുള്ള സർക്കിൾ ഇതാണ്. ഈ സർക്കിളിൽ നിന്നും സെൻട്രൽ ആംഗിള് 30 ഡിഗ്രിയും റേഡിയസ് 9 ആയിട്ടുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്തത് അല്ലെ. പീസാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇതാണ് നമ്മളെ പീസ്. ഈ പീസിന്റെ റേഡിയസ് 9 ആണ്, സെൻട്രൽ ആംഗിൾ 30 ഡിഗ്രി ആണ്. റേഡിയസ് 9 സെന്റിമീറ്റർ ആണ്, സെൻട്രൽ ആംഗിൾ 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിന്റെ ലെങ്ത് എത്രയായിരിക്കും? നമ്മളെ ഈ ഒരു ആർക്കിന്റെ ലെങ്ത്, ചാപ്പത്തിന്റെ നീളം എത്രയാണ് നമുക്ക് നോക്കിക്കൂടെ? യെസ്, ആർക്കിന്റെ ലെങ്ത്തിന്റെ ഫോർമുല നമുക്കറിയാം. ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു x/360 into 2 pi r. ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് 30 ആണ്. 30/360 into 2 pi. റേഡിയസ് എന്ന് പറയുന്നത് 9 ആണെന്ന് തന്നിട്ടുണ്ട്. 9. ഇനി ഈ 0 ക്യാൻസൽ ചെയ്തു. ഈ 3/36 എന്ന് പറയുന്നത് 1/12 ആണ് അല്ലെ. 1/12 into 9 into 2 എന്ന് പറയുന്നത് 18 ആണ്. ദാറ്റ് ഈസ് 18 പൈ.
ഇനി എന്താ 12 18 ക്യാൻസൽ ചെയ്തൂടെ? രണ്ടും 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളതല്ലേ? യെസ്, 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ രണ്ടിനെയും 6 കൊണ്ട് ചെയ്യാം. 6നെ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും, 18നെ 6 കൊണ്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും അല്ലെ? അപ്പൊ എന്ത് കിട്ടി? മേലുള്ളത് 3 ആണ്, താഴെയുള്ളത് 2 ആണ്. 3/2 പൈ. അപ്പൊ ഈ ഒരു ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3/2 പൈ ആണ്. 3/2 പൈ. ഓക്കെ, ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഇതിന്റെ ആർക്ക് ലെങ്ത് ഫൈൻഡ് ചെയ്യാനാണോ ക്വസ്റ്റ്യൻ? അല്ല. ഈ ഒരു മുറിച്ചെടുത്ത പീസ് കൊണ്ട് വളച്ചിട്ട് നമ്മൾ ചെറിയൊരു സർക്കിൾ, ഒരു വട്ടം ഉണ്ടാക്കാണ്. ഈ ഒരു പീസ് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. ഈ ഒരു പീസ് വളച്ച് വളച്ച് നമ്മൾ അതിനൊരു റൗണ്ട് ഷേപ്പിലാക്കി. ആ ചെറുവട്ടത്തിന്റെ റേഡിയസ്, ആരമാണ് ചോദിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് ഈ സർക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു പീസ് എന്ന് പറയുന്നത് ഇതിന്റെ ചുറ്റളവ് എന്തായിരിക്കും? ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഇതിന്റെ ആർക്കിന്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കൂലേ? യെസ്, ഇതിന്റെ ചുറ്റളവ്, ഇതിന്റെ ചുറ്റുള്ള അളവ് എന്ന് പറയുന്നത് ഇതിന്റെ ആർക്കിന്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും, ചാപ്പത്തിന്റെ നീളത്തിന് ഈക്വൽ ആയിരിക്കും. സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ അഥവാ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ, ചുറ്റളവ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പീസ് വളച്ചിട്ടാണ്, ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സർക്കിൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് വേറെ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ കഷ്ണമൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ ഈ ഒരു ആർക്കിന്റെ ലെങ്ത് തന്നെയായിരിക്കും ഇതിന്റെ ഈ ഒരു സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ അഥവാ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ആർക്കിന്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. കാരണം അത് വെച്ചിട്ട് ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ ഒരു സർക്കിൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഫൈൻഡ് ചെയ്യാൻ 2πr ആണ് അല്ലെ? സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്. അപ്പൊ സർക്കംഫറൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന്റെ ആർക്കിന്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സർക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു 2πr. 2 × π × r. r നമുക്കറിയില്ല, നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഇതിന്റെ റേഡിയസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ആർക്ക് ലെങ്ത് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് 3/2 പൈ. 3/2 പൈ. ഇനി നമുക്ക് ഈ പൈയും പൈയും ക്യാൻസൽ ആയി പോവില്ലേ? ബാക്കി എന്തുണ്ട്? 2r ഈസ് ഈക്വൽ ടു 3/2. 2r ഈസ് ഈക്വൽ ടു 3/2 എന്ന് കിട്ടി. 2r എന്ന് പറയുന്നത് 3/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ r എന്തായിരിക്കും? 3/2 × 1/2 which is equal to 3/4. അപ്പൊ നമ്മളെ റേഡിയസ് എന്ത് കിട്ടി? 3/4 ആണെന്ന് കിട്ടി. 3/4. ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സർക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയും പാർട്ടേ നമ്മൾ ഇതിന്റെ ഈ ഒരു സർക്കിൾ കൊണ്ടാവുള്ളൂ. നമ്മൾ ഷേപ്പ് മാത്രമേ മാറ്റുന്നുള്ളൂ, സാധനം അത് തന്നെയാണ് അല്ലെ? അപ്പം ഈ ഒരു സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. 2πr ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആയിരിക്കും. 3/2 പൈക്ക് ഈക്വൽ ആയിരിക്കും. അത്രയും വെച്ചിട്ടേ നമ്മൾ ഇത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം 2πr ഈസ് ഈക്വൽ ടു 3/2 പൈ ആണ്. ദാറ്റ് ഈസ് സർക്കംഫറൻസിന്റെ ഫോർമുലയാണ് 2πr. അത് 3/2 പൈ. സർക്കംഫറൻസ് എന്താ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, 3/2 പൈ ആണ്. പൈയും പൈയും ക്യാൻസൽ ചെയ്തു. 2r ഈസ് ഈക്വൽ ടു 3/2. r ഈസ് ഈക്വൽ ടു 3/2 × 1/2 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ 2r ഈസ് ഈക്വൽ ടു 3/2. r എന്ന് പറയുന്നത് 3/2 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 3/2. ഈ ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ എന്താവും? 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, ആരം എന്ന് പറയുന്നത്, പുതിയ സർക്കിളിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയ സർക്കിളിന്റെ റേഡിയസ്, ആരം എന്ന് പറയുന്നത് 3/4 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ക്ലിയർ? Next question. In a circle, the length of an arc of central angle 40 degree is 3π centimeter. What is the circumference of the circle and radius? നമ്മളോട് എന്താ ചോദിച്ചത്? ഒരു വൃത്തത്തിൽ കേന്ദ്രകോൺ ആയ ഒരു ചാപത്തിന്റെ നീളം 3π സെന്റിമീറ്റർ ആണ്. വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ ആണ്? ആരമോ? അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് വേറെ രീതിയിലും ചെയ്യാം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ വേറെ രീതിയിലും ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട്. നമുക്കറിയാം സർക്കംഫറൻസ് ഓഫ് ദ നമ്മളെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്, സർക്കംഫറൻസ് ഓഫ്
സ്മോൾ സർക്കിൾ നമുക്ക് കാണാനുള്ള സർക്കിളിൻ്റെത് സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് തന്ന ഡിഗ്രി എത്രയായിരുന്നു? സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 30/360 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/12. അപ്പൊ സർക്കംഫറൻസ് ഓഫ് സ്മോൾ സർക്കിൾ എന്ന് പറയുന്നത് 1/12 ഓഫ് സർക്കംഫറൻസ് ഓഫ് ലാർജ് സർക്കിൾ ആണ്. circumference of large circle. Circumference of small circle എന്ന് പറയുന്നത് ലാർജ് സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ 1/12 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കംഫറൻസും റേഡിയസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് സെയിം ഫാക്ടർ വെച്ചിട്ടാണ്. അതുകൊണ്ട് റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ എന്തായിരിക്കും? റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ എന്ന് പറയുന്നതും റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ എന്ന് പറയുന്നത് 1/12 ഓഫ് റേഡിയസ് ഓഫ് ലാർജ് സർക്കിൾ ആയിരിക്കും. റേഡിയസ് ഓഫ് ലാർജ് സർക്കിൾ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടില്ല. അപ്പൊ സ്മോൾ സർക്കിളിന്റെ റേഡിയസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. സ്മോൾ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1/12 ഓഫ് റേഡിയസ് ഓഫ് ലാർജ് സർക്കിൾ. ലാർജ് സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 9 ആണെന്ന്. അപ്പൊ 1/12 ഓഫ് 9, ദാറ്റ് ഈസ് 1/12 into 9 ചെയ്താൽ റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ കിട്ടും. ഈ 9ഉം 12ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ പറ്റും. 9നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും. 12 ആണെങ്കിൽ 4, ദാറ്റ് ഈസ് 3/4. 3/4 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. നമ്മൾ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതിന് പകരം ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടി. 3/4 ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് സ്മോൾ സർക്കിളിന്റെ സർക്കംഫറൻസ് ചുറ്റളവ് എന്ന് പറയുന്നത് 1/12 ഓഫ് സർക്കംഫറൻസ് ഓഫ് ലാർജ് സർക്കിൾ. ലാർജ് സർക്കിളിന്റെ ചുറ്റളവിന്റെ 1/12 ആണ് അല്ലെ. 1/12 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ ഡിഗ്രി 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പൊ 30/360 എന്ന് പറയുന്നത് 1/12 ആണ്. അങ്ങനെ 1/12 ഓഫ് സർക്കംഫറൻസ് ഓഫ് ലാർജ് സർക്കിൾ ആണ് സർക്കംഫറൻസ് ഓഫ് സ്മോൾ സർക്കിൾ. ഇത് രണ്ടും സെയിം ഫാക്ടർ. സർക്കംഫറൻസും റേഡിയസ് ഒക്കെ സെയിം ഫാക്ടർ സ്കെയിൽ വെച്ചിട്ടാണ് മെഷർ ചെയ്യുക. അപ്പൊ റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ എന്ന് പറയുന്നത് 1/12 ഓഫ് റേഡിയസ് ഓഫ് ലാർജ് സർക്കിൾ ആണ്. ലാർജ് സർക്കിളിന്റെ 1/12 ആണ് സ്മോൾ സർക്കിളിന്റെ റേഡിയസ്. ദാറ്റ് ഈസ് 1/12 ഇൻറ്റു റേഡിയസ് ഓഫ് ലാർജ് സർക്കിൾ 9 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 1/12 into 9 which is equal to 3/4. ആ ഒരു രീതിയിലും നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിന്റെ ആർക്ക് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ. ആർക്ക് ലെങ്ത് തന്നിട്ടുണ്ട് 3π ആണ്. അതുപോലെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രി ആണ്. സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി. വാട്ട് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ? സർക്കംഫറൻസ് അഥവാ ചുറ്റളവ് നമുക്ക് കാണണം. ചുറ്റളവ് കാണാൻ നമുക്കറിയാം ഫോർമുല 2πr ആണ്. ആൻഡ് ദ റേഡിയസും നമുക്ക് കാണണം. 2πr നമുക്ക് കിട്ടണമെങ്കിൽ റേഡിയസ് വേണം അല്ലെ. അപ്പൊ ഒരു വൃത്തത്തിൽ കേന്ദ്രകോൺ 45 ഡിഗ്രി. കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി ആണ്. ഒരു ചാപത്തിന്റെ നീളം, നമ്മൾ ആർക്കിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല നമ്മളെ കയ്യിലുണ്ട്. അതിന്റെ ലെങ്ത്തിന്റെ മെഷർമെന്റ് നമുക്ക് തന്നിട്ടുണ്ട് 3π ആണ്. ഒരു ചാപത്തിന്റെ നീളം 3π സെന്റിമീറ്റർ ആണ്. ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3π സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ ആണ്? അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആണ് ചോദിച്ചത്. അതുപോലെ തന്നെ ആരമോ റേഡിയസും നമുക്ക് കാണണം. നമ്മളെപ്പോഴും എല്ലാ ക്വസ്റ്റ്യനിലും ആർക്കിന്റെ ലെങ്ത് ആണ് അല്ലെ ഫൈൻഡ് ചെയ്യൽ. ഇവിടെ ആർക്കിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് സർക്കംഫറൻസും റേഡിയസും ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ സെയിം ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുക. ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താണ്? ആർക്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ചാപത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ x/360 into 2πr. ചുറ്റളവ് x/360 into 2πr. അപ്പൊ ആർക്ക് ലെങ്ത് നമുക്ക് തന്നത് എത്രയാ? 3π ആണ് തന്നിട്ടുണ്ട്. അപ്പൊ x/360 into 2πr എന്ന് പറയുന്നത് എന്താ? 3π ആണ്. നമുക്ക് സർക്കംഫറൻസും കാണണം, റേഡിയസും കാണണം. അങ്ങനെയാണെങ്കിൽ എക്സ് തന്നിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ 45 ആണ്. 45/360 into 2πr is equal to 3π. ഈ 45/360 എന്ന് പറയുന്നത് രണ്ടിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ആണ്. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 360/5 72.
9/72 എന്ന് കിട്ടി. 9/72 എന്ന് കിട്ടും. അപ്പം 9/72 നമുക്ക് എഗെയിൻ ചെയ്യാം അല്ലെ. 9/72 എന്ന് പറയുന്നത് 9നെയും 72നെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. 8. അപ്പൊ 1/8 2πr is equal to 3π. 1/8 2πr is equal to 3π. That is 45/360 എന്ന് പറയുന്നത് 1/8. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 45 ഡിഗ്രി എന്ന് പറയുന്നത് സർക്കിളിന്റെ 1/8 പാർട്ടാണ്. 1/8 into 2πr 3π. ഇതിൽ നിന്ന് നമുക്ക് 2πr ഫൈൻഡ് ചെയ്തൂടെ? യെസ്, 2πr is equal to 3π. ഈ 1/8 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ into 8 ആവും അല്ലെ. ഡിവൈഡഡ് ബൈ 8 ഉള്ളത് into 8 ആവും. 2πr is equal to 3 into 8 24π. 24π എന്ന് കിട്ടി. 24π. അപ്പൊ ഇവിടെ നോക്കുക, ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3π ആണ്. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. ആർക്കിന്റെ ലെങ്ത് സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ആണ് അല്ലെ. 40 ഡിഗ്രി ആണ് നമുക്ക് തന്നത്. അപ്പൊ 40 ഡിഗ്രി. അപ്പൊ നമ്മളെ കംപ്ലീറ്റ് ക്വസ്റ്റ്യനിൽ 40 ഡിഗ്രി ആണ്. അപ്പൊ 2πr നമ്മളത് മാറും. അപ്പൊ 40/360 ആണ്. 40/360 into 2πr is equal to 3π. 40/360 എന്ന് പറയുമ്പോൾ 0യും 0യും ക്യാൻസൽ ചെയ്യുന്നു. 4ഉം 36ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 9 വരും അല്ലെ. 9 1/9 into 2πr which is equal to 3π. ഇതിന് 2πr ഫൈൻഡ് ചെയ്തൂടെ? 2πr is equal to 3π. ഈ ഡിവൈഡഡ് ബൈ 9 ഇങ്ങോട്ട് വരുമ്പോൾ into 9 which is equal to 27π. അപ്പൊ നമ്മളെ 2πr എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്തു. അഥവാ ചുറ്റളവ്, നമ്മളെ വൃത്തത്തിന്റെ ചുറ്റളവ് അഥവാ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് 27π ആണ്. 27π. അപ്പൊ 27π ആണ് എന്ന് കിട്ടി. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? റേഡിയസ് ഫൈൻഡ് ചെയ്യണം. അപ്പൊ 2πr എന്ന് പറയുന്നത് 27π ആണെങ്കിൽ നമുക്ക് ഇതിന് റേഡിയസ് കിട്ടില്ലേ? 2πr is equal to 27π. പയ്യും ക്യാൻസൽ ചെയ്യുക. 2r is equal to 27. r is equal to 27/2. 27/2 എന്ന് പറയുമ്പം 13.5 അല്ലെ. 27ന്റെ ഹാഫ് 27നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2s are 2, 7, 3 2s are 6, 1.0, 5 2s are 10. 13.5. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് 13.5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അപ്പൊ ആർക്ക് ലെങ്ത് 3π എന്ന് തന്നിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ 40 ഡിഗ്രി ആണ് തന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് സർക്കംഫറൻസ് ചുറ്റളവും കാണാൻ പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് ആരവും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു x/360 into 2πr. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. അപ്പോ x/360 into 2πr എന്ന് പറയുന്നത് 3πക്ക് ഈക്വൽ ആണ്. അതിൽ നിന്ന് നമുക്ക് 2πr എന്ന് പറയുന്നത് 27π ആണെന്ന് കിട്ടി. അതുകൊണ്ട് സർക്കംഫറൻസ് ചുറ്റളവ് എന്ന് പറയുന്നത് 27π ആണ്. ഇനി അടുത്തത് റേഡിയസ് കണക്കാക്കാനായിരുന്നു പറഞ്ഞത്. റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2πr 27π ആണെങ്കിൽ 2r എന്ന് പറയുന്നത് 27 ആവും. പയ്യും ക്യാൻസൽ ആവും. r എന്ന് പറയുന്നത് 27ന്റെ ഹാഫ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 13.5. അതുകൊണ്ട് റേഡിയസ് എന്ന് പറയുന്നത് 13.5ഉം അതുപോലെ 2πr എന്ന് പറയുന്നത് 27πയും കിട്ടി. Next question. In a circle, the length of an arc of central angle is 25 degrees 4 centimeter. എന്താ പറഞ്ഞത്? നമ്മളൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 25 ഡിഗ്രി ആണ്. അഥവാ എക്സ് തന്നിട്ടുണ്ട് 25 ഡിഗ്രി ആണ്. അതുപോലെ ലെങ്ത് ഓഫ് ദ ആർക്ക് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഒരു വൃത്തത്തിൽ കേന്ദ്രകോൺ 25 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എത്ര സെന്റിമീറ്ററാ തന്നത്? 4 സെന്റിമീറ്റർ. 25 ഡിഗ്രിയാണ് കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ. അവിടെയുള്ള ചാപത്തിന്റെ നീളം ആർക്കിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ്. എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ഇൻ ദി സർക്കിൾ?
അപ്പൊ ഈ ഒരു സർക്കിളില് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ആണെങ്കിൽ ആർക്കിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതേ വൃത്തത്തിൽ കേന്ദ്രകോൺ 75 കേന്ദ്രകോൺ 75 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എത്രയാണ്? അപ്പൊ നമുക്ക് തന്നത് സെൻട്രൽ ആംഗിൾ 25ഉം അതുപോലെ ആർക്ക് ലെങ്ത് 4 സെന്റിമീറ്ററും. എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. നമുക്ക് തന്നെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 25 ഡിഗ്രി ആണ്. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ആർക്ക് ലെങ്ത് ചാപത്തിന്റെ നീളം 4 സെന്റിമീറ്റർ. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? നമ്മളെ ക്വസ്റ്റ്യൻ പറഞ്ഞത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി. സെയിം സർക്കിളില് 75 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഇതാണ് നമ്മളെ സർക്കിൾ. ഈ സർക്കിളില് 25 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? 4 സെന്റിമീറ്റർ ആണ്. 25 ഡിഗ്രി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 75 ഡിഗ്രി എത്രയായിരിക്കും? ആർക്ക് 75 ഡിഗ്രി ആണെങ്കിൽ ആർക്കിന്റെ ലെങ്ത് എത്രയായിരിക്കും? ചാപത്തിന്റെ നീളം എത്രയായിരിക്കും? നമുക്കറിയാം 25 എന്താ 75 ആവണമെങ്കിൽ 25നെ ഇൻറ്റു 3 അല്ലേ ചെയ്യാ? 25 ഇൻറ്റു 3 അല്ലേ 75? അങ്ങനെയാണെങ്കിൽ ആർക്കിന്റെ ലെങ്ത് 4 ആണെങ്കിൽ 25 ഡിഗ്രി 75 ഡിഗ്രിയിലോട്ട് ആവണമെങ്കിൽ ഇൻറ്റു 3 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചാപത്തിന്റെ നീളം ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് 75 ഡിഗ്രി ആവുന്നത് കിട്ടും 12 എന്ന് കിട്ടും. That is 25 plus 25 plus 25. 25, 25, 25. അങ്ങനെയാണ് 75 ഡിഗ്രി കിട്ടി. അപ്പൊ 25 ഡിഗ്രി 4 ആണ്. അപ്പൊ അതിലോട്ട് ഒരു 25 കൂടെ 4 ആണ്, ഒരു 25 കൂടെ 4 ആണ്. അപ്പൊ ഇത് ടോട്ടൽ 75 ഡിഗ്രി ആണ്. അപ്പൊ അതിന്റെ ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? 4 plus 4 plus 4 12 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ ആർക്ക് ലെങ്ത് 12 സെന്റിമീറ്റർ. 25നെ 75 ആവാൻ ഇൻറ്റു 3 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 4നെയും ഇൻറ്റു 3 ചെയ്യാം. ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ. സിമ്പിൾ ആണ് അല്ലെ? നമ്മൾ ആ ലോജിക്ക് യൂസ് ചെയ്തിട്ട് വെച്ച് ചെയ്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. 25 4 ആണെങ്കിൽ 75 എന്തായിരിക്കും? 12 ആയിരിക്കും. ഇനി അടുത്ത തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ഇൻ എ സർക്കിൾ വിത്ത് റേഡിയസ് 1.5 ടൈംസ് ദിസ് സർക്കിൾ? എന്താ നമ്മളോട് പറഞ്ഞത്? റേഡിയസ് എന്ന് പറയുന്നത് 1.5 ടൈംസ് ആണ് എന്നാണ് പറഞ്ഞത്. റേഡിയസ് 1.5. ആരം ഇതിന്റെ 1.5 മടങ്ങായ വൃത്തത്തിൽ കേന്ദ്രകോൺ 75 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എത്രയാണ്? നമുക്കറിയാം 75 ഡിഗ്രി ആയപ്പോൾ എക്സ് 75 ആയപ്പോൾ ആർക്ക് ലെങ്ത് നമുക്ക് എത്രയാ കിട്ടിയത്? ആർക്ക് ലെങ്ത് ചാപത്തിന്റെ നീളം 12 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. 25 ആയപ്പോൾ 4 ആയിരുന്നു, 75 ആയപ്പോൾ 12 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? റേഡിയസ് 1.5 മടങ്ങായ വൃത്തത്തിൽ കേന്ദ്രകോൺ 75 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എന്താണ്? ലെങ്ത് ഓഫ് ദ ആർക്കിന്റെ ലെങ്ത് ആണ് ചോദിച്ചത്. അപ്പൊ ഈ 1/2 എന്ന് പറയുന്നത് 3/2 അല്ലേ? അപ്പൊ 3/2. അപ്പൊ ആർക്ക് ലെങ്ത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആർക്ക് ലെങ്ത് കാണാൻ റേഡിയസ് 1.5 മടങ്ങും കൂടെ കൂടി എന്നാണ് അല്ലെ പറഞ്ഞത്. 1.5 മടങ്ങായ വൃത്തത്തിൽ 1.5 മടങ്ങാണ് റേഡിയസ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3/2 ഇൻറ്റു ഇവിടെ നമുക്ക് കിട്ടിയ ആർക്ക് ലെങ്ത് 75 ഡിഗ്രി തന്നെയാണ്. നമ്മളെ ആർക്ക് ലെങ്ത് നമ്മളെ എക്സിന് മാറ്റമൊന്നുമില്ല, കേന്ദ്രകോണിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ആർക്ക് ലെങ്ത് 12 ആണെങ്കിൽ റേഡിയസ് 1.5 ആവുമ്പോൾ ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 3/2 ഇൻറ്റു 12. 12ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 6. സോ 3 ഇൻറ്റു 6 18 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ. അപ്പം ആരം ഇതിന്റെ 1.5 മടങ്ങ്, നമ്മൾ റേഡിയസ് 1.5 മടങ്ങാക്കിയ വൃത്തത്തിൽ കേന്ദ്രകോൺ 75 ഡിഗ്രി തന്നെയാണ്. അപ്പൊ നമ്മളെ എന്താണ്? സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 75 ഡിഗ്രി. കേന്ദ്രകോൺ 75 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എത്രയാണ് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 75 ഡിഗ്രി ആണ്. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തു എക്സ് 75 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ചാപത്തിന്റെ നീളം അഥവാ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് 1.5 ആവുമ്പോൾ റേഡിയസ് 1.5 എന്ന് പറയുന്നത് 3/2 സെന്റിമീറ്റർ ആണ്. 3/2 സെന്റിമീറ്റർ ആവുമ്പോൾ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ 3/2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ 75 സെയിം സെൻട്രൽ ആംഗിളിന് എന്താണ് മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ സെയിം ആർക്ക് ലെങ്ത് കൊണ്ട് 3/2 റേഡിയസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 3/2 ഇൻറ്റു 12 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 18 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From a angle of radius 3 centimeter,
ഒരു ബാങ്കിൾ ഉണ്ട്, ആ ബാങ്കിളിന്റെ റേഡിയസ് എന്താ 3 സെന്റിമീറ്റർ ആണ്. എ സ്മോൾ പീസ് ഈസ് ടു ബി കട്ട് ഓഫ് ടു മേക്ക് എ റിംഗ്. ആ ബാങ്കിളിൽ നിന്ന് നമ്മൾ ചെറിയൊരു പീസ് എടുത്തു. ആ ചെറിയ പീസ് എടുത്തിട്ട് ഒരു റിംഗ് ഉണ്ടാക്കി. ആ റിംഗിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1/2 സെന്റിമീറ്റർ ആണ്. ആരം എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ അല്ലെ. ആരം 3 സെന്റിമീറ്റർ ആയ ഒരു വളയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത് ആരം 1/2 സെന്റിമീറ്റർ ആയ മോതിരം ഉണ്ടാക്കണം. വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ പീസ് ടു ബി കട്ട് ഓഫ്? അപ്പൊ നമ്മൾ കട്ട് ചെയ്ത പീസിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മുറിച്ചെടുക്കുന്ന കഷ്ണത്തിന്റെ കേന്ദ്രകോൺ എത്ര ഡിഗ്രി ആയിരിക്കും? കേന്ദ്രകോൺ ആണ് ചോദിച്ചത്. ആർക്കിന്റെ ലെങ്ത്തിന്റെ ഫോർമുല അഥവാ ചാപത്തിന്റെ നീളം എന്താ? x/360 × 2πr ആണ്. അതിൽ എക്സ് എന്ന് പറയുന്നതാണ് എന്ത്? നമ്മളെ കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ. അതാണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു ബാങ്കിൾ ഉണ്ട്, ഇതാണ് നമ്മളെ ബാങ്കിൾ. ഈ ബാങ്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഈ റേഡിയസ് 3 സെന്റിമീറ്റർ ഉള്ള ഒരു ബാങ്കിളിൽ നിന്ന് നമ്മൾ ചെറിയൊരു റിംഗ് ഉണ്ടാക്കുകയാണ്. ചെറിയൊരു പാർട്ട് കട്ട് ചെയ്തിട്ട് ഒരു റിംഗ് ഉണ്ടാക്കി. ആ റിംഗിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1.5 ആണ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മളെ ബാങ്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. ബാങ്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. നമ്മൾ ഉണ്ടാക്കിയ മോതിരം ചെറിയ റിംഗ്, അതിന് മുറിച്ചെടുത്ത കഷ്ണം കൊണ്ട് ഉണ്ടാക്കിയ റിംഗിൻ്റെത് 1/2 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഫൈൻഡ് ചെയ്യാനാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമുക്ക് ആകെ അറിയുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു x/360 × 2πr ആണ്. അപ്പൊ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എക്സ് സെൻട്രൽ ആംഗിൾ തരണം, എന്നാലേ നമുക്ക് ആർക്ക് ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സെൻട്രൽ ആംഗിൾ ആണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യണം? ആർക്കിന്റെ ലെങ്ത് തരണം. ഇവിടെ നമുക്ക് ആർക്കിന്റെ ലെങ്തും തന്നിട്ടില്ല, സെൻട്രൽ ആംഗിളും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ നമുക്ക് 3 സെന്റിമീറ്റർ ആണ് റേഡിയസ്. ഇവിടെ x ഡിഗ്രി കാണണം. x ഡിഗ്രി കണ്ടാല് ഇത് വെച്ചിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിംഗ് ഉണ്ടാക്കിയത് അല്ലെ. അപ്പൊ ഈ ഒരു ഇതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു പീസിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇത് ഈ സെയിം നമ്മൾ ബെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു മോതിരം ഉണ്ടാക്കിയതെങ്കിൽ ഇതിന്റെ സർക്കംഫറൻസിന് ഈക്വൽ ആയിരിക്കില്ല അതിന്റെ ആർക്ക് ലെങ്ത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ആർക്ക് ലെങ്ത്, ഈ ഒരു ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ചാപത്തിന്റെ നീളം എന്ന് പറയുന്നത് ഈ ഒരു റിങ്ങിന്റെ സർക്കംഫറൻസ് ചുറ്റളവിന് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ റിങ്ങിന്റെ ചുറ്റളവ് കാണണം. ഈ റിങ്ങിന്റെ സർക്കംഫറൻസ് കാണാൻ സർക്കംഫറൻസ് ഓഫ് റിംഗ് ഈസ് ഈക്വൽ ടു ചുറ്റളവ്. സർക്കംഫറൻസ് ഓഫ് റിംഗ് നമുക്ക് കിട്ടും, റേഡിയസ് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ സർക്കംഫറൻസ് ഓഫ് റിംഗ് എന്താ? 2πr. ദാറ്റ് ഈസ് 2 × π × റേഡിയസ് തന്നിട്ടുണ്ട് 1/2 എന്ന്. ദാറ്റ് ഈസ് 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു പൈ ആണ് എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്, ചുറ്റളവ് എന്ന് പറയുന്നത് പൈ ആണ് എന്ന് കിട്ടി. ഈ റിങ്ങിന്റെ സർക്കംഫറൻസ് ചുറ്റളവ് പൈ ആണെങ്കിൽ അതായിരിക്കൂലേ ഈ ഒരു പീസിന്റെ ആർക്കിന്റെ ലെങ്ത്? യെസ്, ഈ ഒരു പീസിന്റെ ആർക്കിന്റെ ലെങ്ത് അതായിരിക്കും. എന്ത്? പൈ ആയിരിക്കും. കാരണം ഈ സെയിം പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിംഗ് ഉണ്ടാക്കിയത്. അപ്പൊ ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഇതിന്റെ ആർക്ക് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആർക്ക് ലെങ്ത് നമുക്ക് കിട്ടി. ആർക്ക് ലെങ്ത് എന്താ? പൈ ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ? ഈ ഒരു സെൻട്രൽ ആംഗിൾ ഫൈൻഡ് ചെയ്യാനാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ റേഡിയസ്, ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ റേഡിയസ് ആണ് നമ്മൾ ഈ ഒരു ഇതിൽ യൂസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഇത് റിംഗിന്റെ റേഡിയസ് ആണ് 1/2 എന്ന് പറയുന്നത്. അപ്പൊ ആർക്ക് ലെങ്ത് കിട്ടി, അതുകൊണ്ട് സെൻട്രൽ ആംഗിൾ ഫൈൻഡ് ചെയ്യാം. x/360 × 2 × π × r എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ R വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇവിടെ നമ്മൾ സ്മോൾ r യൂസ് ചെയ്തല്ലോ റിംഗിന്റെ. അപ്പൊ ഇവിടെ r ഇതിന്റേതാണ് സെൻട്രൽ ആംഗിൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പൊ 3 ഇതിന്റെ റേഡിയസ് ആണ് 3, വിച്ച് ഈസ് ഈക്വൽ ടു ആർക്കിന്റെ ലെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പൈ ആണ് അല്ലേ. അപ്പം പൈ എന്ന് കൊടുക്കാം. പൈ ഈക്വൽ ടു പൈ, ആർക്ക് ലെങ്ത് കിട്ടിയിട്ടുണ്ട് പൈ ആണ്. which is equal to x/360 × 6π is equal to π. 6π is equal to π. ഇനി ഈ 360യും 6ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 60 എന്ന് കിട്ടും അല്ലെ. 360 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 60 ആണ്. ദാറ്റ് ഈസ് x/60 × π is equal to π.
ഇനി നമുക്ക് ഈ പൈയും ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ എന്ത് കിട്ടും? x/60 ഈസ് ഈക്വൽ ടു 1, x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 60. അപ്പൊ നമ്മളെ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ കിട്ടി 60 ഡിഗ്രിയാണ്. അപ്പൊ നമ്മള് ഈ 60 ഡിഗ്രി ഉള്ള ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്തത്. 60 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് ആർക്ക് ലെങ്ത്തും തന്നിട്ടില്ലായിരുന്നു, എക്സും തന്നിട്ടില്ലായിരുന്നു. നമ്മൾ ആർക്ക് ലെങ്ത് എന്താ എടുത്തത്? ഈ പീസിന്റെ ആർക്ക് ലെങ്ത് നമുക്കറിയാം. കാരണം ഈ ഒരു മോതിരത്തിന്റെ സർക്കംഫറൻസ് ആയിരിക്കും, ചുറ്റളവായിരിക്കും. കാരണം സെയിം പീസ് വെച്ചിട്ടാണ് നമ്മൾ റിംഗ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ റേഡിയസ് തന്നത് കൊണ്ട് ഇതിന്റെ സർക്കംഫറൻസ് നമുക്ക് കിട്ടി പൈ ആണ്. അതായിരിക്കും ഇതിന്റെ ആർക്ക് ലെങ്ത് പൈ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ആംഗിൾ കിട്ടി 60 ഡിഗ്രിയാണ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കേന്ദ്രകോൺ കാണാനായിരുന്നു. മുറിച്ചെടുക്കുന്ന കഷ്ണത്തിന്റെ കേന്ദ്രകോൺ, ഈ ഒരു പീസിന്റെ കേന്ദ്രകോൺ കാണാനായിരുന്നു. അത് നമുക്ക് 60 ആണെന്ന് കിട്ടി. x/360 × 2 × π × ഇവിടെ റേഡിയസ് മാറിപ്പോയത്. റിംഗിന്റെ റേഡിയസ് അല്ല എടുക്കുക, നമ്മൾ സർക്കിളിന്റെ റേഡിയസ് ആണ്. കാരണം ഇതിന്റെ പീസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഉള്ള 3 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. പൈ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ x/360 × 6π is equal to π. That is x/60 is equal to 1. പൈയും ക്യാൻസൽ ആയി പോയിട്ട് x is equal to 60 ഡിഗ്രി എന്ന് കിട്ടി. Okay, in next question, the remaining part of the bangle, അതിന്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റിമൈനിങ് പാർട്ട് ഓഫ് ദ ബാംഗിളിന്റെ ബാക്കി പാർട്ട് നമ്മൾ പറഞ്ഞു. നമ്മളൊരു ബാംഗിൾ ഉണ്ടായിരുന്നു. ആ ബാംഗിളിനെ നമ്മൾ നമുക്ക് 3 സെന്റിമീറ്റർ റേഡിയസ് ആയിരുന്നു. എക്സ് നമ്മൾ ഫൈൻഡ് ചെയ്തു. സെൻട്രൽ ആംഗിൾ നമ്മൾ 60 ഡിഗ്രി ആണെന്ന് ഫൈൻഡ് ചെയ്തു. അതിന്റെ ആർക്കിന്റെ ലെങ്ത് പൈ ആണെന്ന് കിട്ടി. ഇതിൽ നമ്മൾ ഈ ഒരു പാർട്ട് വെച്ചിട്ട് ഒരു റിംഗ് ഉണ്ടാക്കി. ഈ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് ഒരു റിംഗ് ഉണ്ടാക്കിയിരുന്നു. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ ബാക്കിയുള്ള പാർട്ട്, ബാക്കി എത്ര ഉണ്ടായിരിക്കും? ആ ഒരു പാർട്ട് ഒഴികെ ബാക്കിയല്ല, ആ കട്ട് ചെയ്ത പീസ് ഒഴികെ ബാക്കി ഈ ഒരു പാർട്ട് ഉണ്ടായിരിക്കും. ഈ ഒരു റിമൈനിങ് പാർട്ട് വെച്ചിട്ട് ടു മേക്ക് എ സ്മോളർ ബാംഗിൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബെൻഡ് ചെയ്തിട്ട് ഈ ബാക്കിയുള്ള മോതിരണ്ടാക്കിയ ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? അത് ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്മോൾ ബാംഗിളും കൂടെ ഉണ്ടാക്കണം. വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വളയുടെ മിച്ചമുള്ള ഭാഗം കൊണ്ട് അല്പം ചെറിയ മറ്റൊരു വളയുണ്ടാക്കി, ബാക്കിയുള്ള പാർട്ട് കൊണ്ട് വേറൊരു വളയുണ്ടാക്കി. അതിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആണ്? അപ്പൊ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു വള ഉണ്ടാക്കി, ഒരു ബാംഗിൾ ഉണ്ടാക്കി. അതിന്റെ റേഡിയസ് എന്താണെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ടോട്ടൽ ഇത് എത്രയാ? ഇതിന്റെ ഈ നമ്മൾ കട്ട് ചെയ്തത് പൈ ആണെന്ന് നമ്മൾ കിട്ടി. കട്ട് ചെയ്തതിന്റെ ആർക്ക് ലെങ്ത് ഇത് മുതൽ ഇതുവരെ പൈ ആണ്. ഇനി നമുക്കറിയാം ഈ വലിയ സർക്കിൾ കട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഇതിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? സർക്കംഫറൻസ് എന്ന് പറയുന്നത്, സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്. ദാറ്റ് ഈസ് 2 × π × വലിയ സർക്കിളിന്റെ റേഡിയസ് 3 ആയിരുന്നു നമുക്ക് തന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 6π. അപ്പം കട്ട് ചെയ്യുന്നതിന്റെ മുന്നേ 6π ആയിരുന്നു. അതിൽ പൈ ആണ് നമ്മൾ കട്ട് ചെയ്തത്. ബാക്കി ഇത്രയും പാർട്ടിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? 5π ആയിരിക്കൂലേ? ടോട്ടൽ 6π ആയിരുന്നു. അതിൽ കട്ട് ചെയ്തത് 2 റിംഗ് ഉണ്ടാക്കി. ആ കട്ട് ചെയ്തതിൻ്റെത് പൈ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി റിമൈനിങ് പാർട്ടിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താ? 6πയിൽ നിന്നും ടോട്ടൽ 6πയിൽ നിന്നും റിംഗ് ഉണ്ടാക്കിയ പാർട്ട് സബ്ട്രാക്ട് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 5π. റിമൈനിങ് പാർട്ടിന്റെ എന്ത് കിട്ടി? 5π ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ? അതിന്റെ നമ്മൾ ഉണ്ടാക്കിയ വളയുടെ ആരം, റേഡിയസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിന്റെ ചുറ്റളവ് 5π അല്ലേ? റിംഗ് ഉണ്ടാക്കിയത് പൈ കൊണ്ടാ. ടോട്ടൽ 6π ആയിരുന്നു, ബാക്കിയുള്ളത് 5π ആണ്. അപ്പൊ ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 5π ആണ്. ദാറ്റ് ഈസ് ഈ വളയുടെ ഈ ഒരു ബാംഗിളിന്റെ 2πr എന്ന് പറയുന്നത് 5π ആണെന്ന് കിട്ടി. 5π ആണെന്ന് കിട്ടി. സർക്കംഫറൻസ് 5π ആണ് ചുറ്റളവ്. അപ്പൊ പൈയും ക്യാൻസൽ ചെയ്താൽ 2r is equal to 5 ആണ്. r is equal to 5/2 which is equal to 2.5 സെന്റിമീറ്റർ. അപ്പൊ നമ്മളെ ഈ ഒരു ബാംഗിളിന്റെ റേഡിയസ് കിട്ടി 2.5 സെന്റിമീറ്റർ. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മൾ ബാക്കിയുള്ള പാർട്ടുണ്ട്, മോതിരം ഉണ്ടാക്കി കഴിഞ്ഞതിന്റെ ബാക്കിയുള്ള പാർട്ട് വെച്ചിട്ട് നമ്മൾ ഒരു വള ഉണ്ടാക്കി. ആ വളന്റെ റേഡിയസ് ആരമായിരുന്നു ക്വസ്റ്റ്യൻ. ആ വളന്റെ സർക്കംഫറൻസ് എന്തായിരിക്കും? 5π ആയിരിക്കും. മോതിരം ഉണ്ടാക്കിയത് പൈ ആണെങ്കിൽ ബാക്കിയുള്ള പാർട്ട് ടോട്ടൽ 6π ആണ് നമുക്കറിയാം. അതിൽ 5π ആണെന്ന് കിട്ടി. അതുകൊണ്ട് 5π ആണ് സർക്കംഫറൻസ്. അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണക്കാക്കാൻ പറ്റും. റേഡിയസ് എന്ന് പറയുന്നത് 5ന്റെ പകുതിയാണ്, 2.5 സെന്റിമീറ്റർ.
Next question. With each vertex of an equilateral triangle as center, an arc of a circle which passes through the other two vertices is drawn to get the given figure. എന്താ പറഞ്ഞത്? ഒരു സമഭുജ ത്രികോണത്തിന്റെ ഓരോ മൂല കേന്ദ്രമായും മറ്റു രണ്ട് മൂലകളിലൂടെ കടന്നു പോകുന്ന ചാപം വരച്ച ചിത്രമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെ ഫിഗർ. വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? നമ്മളോട് ചോദിച്ചത് അതിന്റെ പെരിമീറ്റർ, ചുറ്റളവാണ് ചോദിച്ചത്. ഇതിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ ആണ്? നമ്മളോട് പറഞ്ഞത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഇതാണ് നമ്മളെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെ. സമഭുജ ത്രികോണം എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതിന്റെ സെന്ററിൽ നിന്ന് an arc of a circle which passes through the other two vertices. എന്താ ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടീസസിലും നമ്മൾ ഓരോ ആർക്ക് ഡ്രോ ചെയ്യണം. ഓരോ വെർട്ടീസസിൽ അതിന്റെ വേറൊരു വെർട്ടീസസിലോട്ട് നമ്മൾ ആർക്ക് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പെരിമീറ്റർ, ചുറ്റുമുള്ള അളവ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ചുറ്റുമുള്ള അളവ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടില്ലേ. അപ്പൊ ഇവിടെയും 4 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെയും 4 സെന്റിമീറ്റർ ആയിരിക്കും. എല്ലാ സൈഡ്സും ഈക്വൽ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് ഒരു ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ ഒരു ട്രയാങ്കിളില് 180 ഡിഗ്രി ആണ് അല്ലെ ഉണ്ടാവുക. 3 ആംഗിളും കൂടെ 3 ഭാഗമാണുള്ളത്. എല്ലാ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആവണം. അപ്പൊ 180 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 3 വിച്ച് ഈസ് ഈക്വൽ ടു 60. അപ്പൊ ഒരു ആംഗിൾ 60 ആയിരിക്കും. എല്ലാ ആംഗിളും 60 60 60. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ എല്ലാ ആംഗിളും 60 ഡിഗ്രിയാണ്. ഇനി നമ്മളോട് എന്താ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്? ചുറ്റളവ്. അപ്പൊ ഇത് ആർക്കല്ലേ, നമുക്ക് ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്താൽ പോരെ. നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ എന്തുണ്ട്? നമ്മളെ 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സപ്പോസ് ഇതൊരു സർക്കിളിൻ്റെതാണ്. ആ സർക്കിൾ നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്ത് പോകുമ്പോൾ ഇവിടെയാണ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ നോക്കിയാൽ മതി. ഇത് നമുക്ക് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ. അപ്പൊ അത് ഡയമീറ്റർ ആയിട്ടല്ലേ വരിക. അപ്പൊ നമുക്ക് നോക്കാം. ഒരു ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്താൽ അങ്ങനത്തെ 3 എണ്ണമാണ് അല്ലെ ഉള്ളത്. അപ്പം ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു x by 360 into 2 pi r. ദാറ്റ് ഈസ് എക്സ് നമുക്കറിയാം 60 ഡിഗ്രി ആണ്. അപ്പൊ 60 by 360 into 2 into pi into r എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലെ. 6 എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്തായിരിക്കും? 2 ആയിരിക്കും. 0യും 0യും ക്യാൻസൽ ചെയ്ത് ബാക്കി 1/6 എന്നുണ്ടായിരിക്കും. ഇൻറ്റു 4 പൈ. 6ഉം 4ഉം ക്യാൻസൽ ചെയ്തു. 6ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി നമുക്ക് എന്തുണ്ടായിരിക്കും? ഇത് 2 ആവും, ഇത് 3 ആവും. 2/3 പൈ. 2/3 പൈ. ഇനി 2/3 പൈ ആണ് ഒരു ആർക്കിന്റെ ലെങ്ത്. അപ്പൊ ഇതിൻ്റെത് 2/3 പൈ ആണെങ്കിൽ അങ്ങനത്തെ 3 എണ്ണം, ഒരുപോലത്തെ 3 എണ്ണം നമുക്കില്ലേ. അപ്പൊ 2/3 പൈ ആണ് ഒന്നിൻ്റെതെങ്കിൽ അങ്ങനത്തെ 3 എണ്ണത്തിൻ്റെത് ഫൈൻഡ് ചെയ്യാൻ 2/3 പൈ ഇൻറ്റു 3. 3യും 3യും ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമ്മൾ 2 ആണ് അല്ലെ ഡയമീറ്റർ. ഇവിടെ നമ്മളോട് റേഡിയസ് ആണ് അല്ലെ ചോദിച്ചത്. നമ്മൾ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് 4 ആണ്. നമ്മളെ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. 4. അപ്പൊ ഇവിടെ 8 പൈ എന്ന് വരും. 8 പൈ എന്ന് വരും. അപ്പൊ ഇവിടെ 4 3 ദാറ്റ് ഈസ് 4/3 പൈ ആണ് കേട്ടോ ഒന്നിൻ്റെത്. 4/3 പൈ. 4/3 പൈ ആണ് ഒരു ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ 3 എണ്ണം നമ്മളെ കയ്യിലുണ്ട്. സോ 4/3 പൈ ഇൻറ്റു 3. 3യും 3യും ക്യാൻസൽ ചെയ്തു. ബാക്കി 4 പൈ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 4 പൈ ആണ്. ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4 പൈ ആണ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു നമ്മളെ ഫിഗർ. ഇതിലൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളും അതുപോലെ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഓരോ വേർട്ടെക്സിനും ഓരോന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രോ ചെയ്തിട്ടുണ്ട് ഓരോ ആർക്കുകൾ. അപ്പം ഇങ്ങനെ നമുക്ക് ഒരു ആർക്ക് ഉണ്ട്, അതുപോലെ ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ട്, ഇവിടെ താഴെയും ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത് കാണാൻ നമുക്കറിയാം. ഒരു ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ ഈ ഒരു ഇതിൽ നിന്ന് ഇതിന്റെ ഒരു ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു
ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് x/360 × 2πr ആണ്. x/360 × 2πr. അപ്പൊ നമ്മളെ സർക്കിള് ഇങ്ങനെ പോവും, വലിയൊരു സർക്കിൾ ആയിരിക്കും. ആ x/360 × 2πr ആണ്. അപ്പൊ x/360 × 2πr എന്ന് പറയുമ്പോൾ x എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്, കാരണം ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. 60/360 × 2 × π × r. റേഡിയസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 1/6 × 8π എന്ന് വരും. 6ന്റെ ഹാഫ് 3, 8ന്റെ ഹാഫ് 4. ദാറ്റ് ഈസ് 4/3 π ആണ് ഒരു ആർക്കിന്റെ ലെങ്ത്. നമുക്ക് 3 ആർക്കിന്റെ ലെങ്ത് വേണം, എന്നാലേ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ കിട്ടുള്ളൂ. സോ 4/3 π × 3 വിച്ച് ഈസ് ഈക്വൽ ടു 4π. അപ്പൊ 4π ആണ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With each vertex of a regular octagon as center, an arc of a circle is drawn and the resulting figure is cut off as in the pictures below. ഒരു സമ അഷ്ടഭുജത്തിന്റെ മൂലകൾ കേന്ദ്രമായി ചാപങ്ങൾ വരച്ച് ചുവടെ കാണുന്ന രൂപം വെട്ടിയെടുക്കുന്നു. ഇതാണ് നമ്മുടെ ഫിഗർ. ഇതാണ് നമുക്ക് ഒരു വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ കട്ട് ഓഫ്. ഇവിടെ നമുക്ക് റെഗുലർ ഒക്ടഗൺ ആണ് തന്നത്. ഒക്ടഗൺ അഥവാ സമ അഷ്ടഭുജം. ദാറ്റ് മീൻസ് 8 സൈഡ് ഉണ്ടായിരിക്കും. അതിന്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ റെഗുലർ എന്ന് പറഞ്ഞത്. സമ അഷ്ടഭുജമാണ്. അപ്പം അവിടെ എന്താണ്, ഓരോന്നിന്റെയും ഇത് വെച്ചിട്ട് നമ്മൾ ഒരു പീസസ് കട്ട് ചെയ്യാണ്. ഈ ഒരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തു. സോ വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ കട്ട് ഓഫ്? ഇതിന്റെ പെരിമീറ്റർ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ പെരിമീറ്റർ ഒരു ആർക്കിന്റെ ലെങ്ത് കിട്ടിയാൽ, ആ ആർക്ക് ലെങ്തിനെ × 8 ചെയ്താൽ 8 ആർക്ക് ലെങ്ത്തും കിട്ടില്ലേ? അപ്പൊ ഇതിന്റെ ഒരു പെരിമീറ്റർ കിട്ടില്ലേ? യെസ്. അപ്പൊ ഒരു ആർക്കിന്റെ ലെങ്ത് നമ്മൾ കാണണം. അതിന് നമുക്ക് സെൻട്രൽ ആംഗിൾ വേണം അല്ലെ? സെൻട്രൽ ആംഗിൾ വേണം, അതുപോലെ റേഡിയസ് വേണം. സെൻട്രൽ ആംഗിളും വേണം, റേഡിയസും വേണം. റേഡിയസ് നമുക്ക് കിട്ടും, കാരണം ഒരു സൈഡ് രണ്ടിന്റെയും കൂടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ 1 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെയാണ് നമ്മളെ സർക്കിൾ വരിക. അപ്പൊ ഇവിടെ റേഡിയസ് എന്താ? 1 ആയിരിക്കും, കാരണം ഇവിടെ ടോട്ടൽ 2 ആണ്. ഇങ്ങനെയാണ് നമ്മളെ സർക്കിൾ വരിക. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് സെൻട്രൽ ആംഗിളും കൂടെ കിട്ടിയാൽ നമുക്ക് ആർക്ക് ലെങ്ത് കിട്ടും. ആർക്ക് ലെങ്ത് കിട്ടിയാൽ ആ ആർക്ക് ലെങ്തിനെ × 8 ചെയ്താൽ ഇതിന്റെ പെരിമീറ്റർ കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് അതിന് ആദ്യം സെൻട്രൽ ആംഗിൾ കാണണം, കേന്ദ്രകോണ് കാണണം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒക്ടഗൺ ആണെന്നില്ല, ഏതൊന്നിന്റെയും നമ്മൾ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ, ഇന്റീരിയർ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ n-2 × 180 ആണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? n-2 × 180. ഇവിടെ n-2 × 180, n എന്ന് പറഞ്ഞാൽ എത്ര സൈഡാ? ഒക്ടഗൺ ആയതുകൊണ്ട് 8 സൈഡ്. അപ്പൊ 8-2 × 180 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? n-2 സമ്മ് കിട്ടും, ആംഗിളിന്റെ സമ്മ് കിട്ടും. എന്നിട്ട് എത്ര സൈഡാണുള്ളത്? 8 സൈഡാണ്. അപ്പൊ n-2 × 180 ഡിവൈഡഡ് ബൈ 8 ചെയ്യണം. കാരണം ഒരാംഗിൾ കിട്ടാൻ, ഒരാംഗിളിന്റെ മെഷർമെന്റ് കിട്ടാൻ ഡിവൈഡഡ് ബൈ 8 ചെയ്യണം. ഇത് ടോട്ടൽ 8 ആംഗിൾസിന്റെയും കൂടെ സമ്മാണ് n-2 × 180 എന്ന് പറയുന്നത്. അപ്പൊ 6 × 180 × 6 1080. അപ്പം 1080 ആണ് എന്ത്? സമ്മ് ആംഗിൾസിന്റെ സമ്മ്, ഇന്നർ ആംഗിൾസിന്റെ ഒക്കെ കൂടെ സമ്മാണ് 1080. അല്ല, നമുക്ക് ഒരു ആംഗിൾ മതി, ഒരു ആംഗിളാ വേണ്ടിയത്. അപ്പൊ 1080 ഡിവൈഡഡ് ബൈ 8. ടോട്ടൽ 8 ആംഗിൾസിന്റെ സമ്മാണ് 1080. 1080നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ ഒരു ആംഗിളിൻ്റെത് കിട്ടുള്ളൂ. സോ 135. അപ്പം എന്താണ്? ഒരു ആംഗിൾ കിട്ടി, 135 ആണ്. സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 135 ആണെന്ന് കിട്ടി. അപ്പം ഒക്ടഗൺ ആണ് അല്ലെ? നമുക്കറിയാം റെഗുലർ ഫിഗേഴ്സിന്റെ സമ്മ്, ആംഗിൾസിന്റെ സമ്മ് കാണാൻ n-2 × 180 ആണ്. അപ്പോൾ നമുക്ക് 1080 എന്ന് കിട്ടി. നമുക്ക് ഒരു ആംഗിൾ മതി. ഇവിടെ ടോട്ടൽ 8 സൈഡ്സ് ഉണ്ട്. സോ 1080 ഡിവൈഡഡ് ബൈ 8 വിച്ച് ഈസ് ഈക്വൽ ടു 135. അപ്പൊ നമ്മൾ സെൻട്രൽ ആംഗിൾ കിട്ടി. റേഡിയസും നമ്മളെ കയ്യിലുണ്ട്. ഇനി ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്തൂടെ? യെസ്. ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു x/360 × 2πr. x നമുക്ക് കിട്ടിയിട്ടുണ്ട് 135 ആണ്. 135/360 ×
2 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ്. നമുക്ക് ഓൾറെഡി റേഡിയസ് നമ്മൾ പറഞ്ഞു 1 ആണെന്ന്. കാരണം ഇവിടെ നമുക്ക് 2 സെന്റിമീറ്റർ ആണ് ടോട്ടൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പകുതി ആണ് ഇതിന്റെ റേഡിയസ് വരിക 1 സെന്റിമീറ്റർ. ഇനി 135/360 ഇൻറ്റു 2π. 2 ഇൻറ്റു പൈ ഇൻറ്റു 1 എന്ന് പറയുന്നത് 2π ആണ്. 135/360 ഇൻറ്റു 2π. ഇനി 135/5 27 എന്ന് കിട്ടും. 360 ഡിവൈഡഡ് ബൈ 5 72 എന്ന് കിട്ടും അല്ലെ. 27/72 ഇൻറ്റു 2. അപ്പൊ ഈ 72നെയും 2നെയും അഗെയിൻ നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ. 72 2 അഗെയിൻ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 72 ഡിവൈഡഡ് ബൈ 2 36. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 27/36 പൈ. അഗെയിൻ നമുക്ക് രണ്ടിനെയും 27ഉം 36ഉം 3 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ. അപ്പൊ 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12. അപ്പൊ 9/12 എന്ന് കിട്ടും. എഗെയിൻ നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലെ. എഗെയിൻ നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റും. 9/12 എന്ന് പറയുമ്പോൾ 9നെ 3 കൊണ്ട് 12 4. അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 3/4 പൈ. 3/4 പൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3/4 പൈ ആണ് നമ്മുടെ ആർക്ക് ലെങ്ത്. ഏതിന്റെ ആർക്ക് ലെങ്ത്? 1ന്റെ ആർക്ക് ലെങ്ത്. ഇത് എന്ന് പറയുന്നത് 3/4 പൈ ആണ്. 3/4 പൈ. ഇനി അങ്ങനെ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 1ന്റെ 3/4 പൈ ആണ്. ഒക്ടഗൺ ആണ്, അതുകൊണ്ട് 8 എണ്ണം ഉണ്ട്. അപ്പൊ 8 എണ്ണത്തിന്റെ ആർക്ക് ലെങ്ത് കണ്ടാല് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ ഒരു ഫിഗറിന്റെ കട്ട് ചെയ്ത ഫിഗറിന്റെ പെരിമീറ്റർ കിട്ടുള്ളൂ. അപ്പൊ 3/4 പൈ ഇൻറ്റു 8. 1ന്റെ കണ്ടാ പോരാ, 8 എണ്ണത്തിന്റെ കാണണം. 3/4 പൈ ഇൻറ്റു 8. ഈ 8ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 6 പൈ. അപ്പൊ നമ്മൾ ആ ഒരു ഫിഗറിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് 6 പൈ ആണ് എന്ന് കിട്ടി. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മൾ ഈ ഫിഗറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത പീസ് ആണ് ഇത്. ഈ ഒരു പീസിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. ഈ ഒരു പീസിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ 1ന്റെ ആർക്ക് ലെങ്ത് ഫൈൻഡ് ചെയ്താൽ മതി. അതിന് അങ്ങനത്തെ 8 എണ്ണം ഉണ്ട്. അപ്പൊ 1ന്റെ ഫൈൻഡ് ചെയ്താൽ അതിന് ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ കിട്ടും. അതിന് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 2 സെന്റിമീറ്റർ മാത്രമാണ്. അപ്പൊ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. പിന്നെ നമുക്ക് സെൻട്രൽ ആംഗിൾ വേണം, എന്നാലേ ആർക്ക് ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സെൻട്രൽ ആംഗിൾ നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്യണം. എല്ലാത്തിൻ്റെതും കൂടെ റെഗുലർ ഫിഗർ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെതും കൂടെ സമ്മ് ഫൈൻഡ് ചെയ്യാൻ, ആംഗിളിന്റെ സമ്മ് ഫൈൻഡ് ചെയ്യാൻ n-2 × 180 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. That is 8 - 2 × 180 which is equal to 6 × 180 1080. ഇനി 1080 എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ആംഗിൾ ആണ്. അപ്പൊ 1ന്റേതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 8 സൈഡ് ഉണ്ട്. അപ്പൊ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 135 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ആർക്ക് ലെങ്ത് ഫൈൻഡ് ചെയ്യാം. x/360 × 2πr. That is 135/360 × 2πr. റേഡിയസ് 1 ആണ്. അങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/4 പൈ എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 135 × 2 ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്താലും മതി. അപ്പൊ 3/4 പൈ എന്ന് കിട്ടും. അപ്പൊ 3/4 പൈ ആണ് 1ന്റേത്. അങ്ങനെ 8 എണ്ണം വേണ്ടേ? 8 ആർക്ക് ലെങ്ത് ഫൈൻഡ് ചെയ്താൽ ആ ഒരു ഫിഗറിന്റെ പെരിമീറ്റർ നമുക്ക് കിട്ടുള്ളൂ, ചുറ്റളവ്. അപ്പൊ 3/4 പൈ × 8 which is equal to 6 പൈ. അപ്പൊ 6 പൈ ആണ് നമ്മൾ ആ ഒരു ഫിഗറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളെ ഈ ഒരു ലെങ്ത് ആൻഡ് ഏരിയ, നമ്മളെ ലെങ്ത് ആൻഡ് ആംഗിൾ എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. നമ്മൾ ആർക്കിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ x/360 × 2πr ആണ്. ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യന് ഫുള്ള് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്താണ് നമ്മളെ ഏരിയ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആർക്കിന്റെ ലെങ്ത് ആണ്. ഇനി ആർക്കിന്റെ ഏരിയ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത് നമ്മൾ ഈ ഒരു സർക്കിൾ തന്നിട്ട് അതിനൊരു പാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കിന്റെ ലെങ്ത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്നുള്ള ഫോർമുലയാണ് നമ്മൾ പഠിച്ചത്. x/360 × 2πr. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏരിയ ആണ്. ആ ഒരു പാർട്ടിന്റെ ഏരിയ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.